കേരളത്തിൽ ബി.ജെ.പി. സ്വന്തമാക്കിയത് ചരിത്ര നേട്ടമാണ്. ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് മാത്രമല്ല, പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനും സാധിച്ചു. തൃശ്ശൂരിൽ ജയിച്ചു, തിരുവനന്തപുരത്തും ബി.ജെ.പി. ജയത്തിൻ്റെ വക്കിലെത്തി. എന്നാൽ ഇലക്ഷന് പിന്നാലെ സംസ്ഥാന ബി.ജെ.പി. പോഞ്ഞു തുടങ്ങി. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഒതുക്കാൻ ശ്രമിക്കുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയിൽ നിന്നാണ് ആദ്യ വെടിപൊട്ടിയത്. ഒരു മുതിർന്ന നേതാവും സംസ്ഥാന ഭാരവാഹിയും തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് ശോഭയുടെ പരാതി. നിലവിൽ ബി.ജെ.പിയിലെ ഏറ്റവും ക്രൗഡ് പുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് ആലപ്പുഴയിൽ എത്താതിരിക്കാൻ ചിലർ കരുനീക്കം നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ശോഭ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയതായാണ് വിവരം. ഏറെ പ്രതീക്ഷയോടെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ച അനിൽ ആൻ്റണിയെ ബി.ജെ.പി. ജില്ലാ നേതൃത്വം അവഗണിച്ചതായും പരാതി ഉയരുന്നു. മാത്രമല്ല, ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പി.സി. ജോർജ് അനിലിനെതിരെ അതിശക്തമായ വിമർശനം ഉയർത്തുകയും ചെയ്തു. പാലക്കാട് ബി.ജെ.പിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്തും വോട്ട് ചോർച്ച ഉണ്ടായി. ഇങ്ങനെ നിരവധി പരാതികളാണ് ഉയരുന്നത്. ഈ പരാതികൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് സൂചന. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ബി.ജെ.പി. ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഈ വിജയം ബി.ജെ.പിയുടെ വിജയമല്ല, സുരേഷ് ഗോപിയുടെ വിജയമാണെന്ന് വ്യക്തം. തിരുവനന്തപുരത്തും രാജീവ് ചന്ദ്രശേഖറിന് ശക്തമായ പോരാട്ടം നടത്താനായി. അവസാന നിമിഷമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തിയത്. കുറച്ചുകൂടി നേരത്തെ പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അനായാസം തിരുവനന്തപുരം പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്ന വിലയിരുത്തലും ബി.ജെ.പിക്കുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. ബി.ജെ.പിയിലെ ശക്തി കേന്ദ്രങ്ങൾ അടിമുടി മാറുമെന്നാണ് സൂചന. സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുന്ന പുതിയ വിഭാഗം നേതാക്കൾ ബി.ജെ.പിയുടെ നിയന്ത്രണം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന. അതിൽ തന്നെ നിർണായക ശക്തിയായി സുരേഷ് ഗോപി വരും. സംസ്ഥാന ബി.ജെ.പിയിലും ദേശീയ തലത്തിലും സുരേഷ് ഗോപിയുടെ സ്വാധീനം വർദ്ധിക്കും. തൃശ്ശൂരിലെ ചിട്ടയായ പ്രവർത്തനങ്ങളെപ്പോലെ സംസ്ഥാന തലത്തിൽ തന്നെ ബി.ജെ.പിയെ നയിക്കാനുള്ള നീക്കങ്ങളാവും ഇനിയുണ്ടാകുക. നേതൃനിരയിൽ തന്നെ ഇതിനായി മാറ്റമുണ്ടായേക്കും. കേരളത്തിലെ വിജയത്തെ പ്രധാനമന്ത്രി പ്രത്യേകം എടുത്തു പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. കാശ്മീരിനേക്കാൾ കേരളത്തിൽ ബി.ജെ.പി. വലിയ വെല്ലുവിളികളെയാണ് അതിജീവിച്ചതെന്നും മോദി പറഞ്ഞു. ഇതെല്ലാം സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വവും മോദിയും എത്രമാത്രം പരിഗണിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളായാണ് വിലയിരുത്തുന്നത്. താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ് സുരേഷ് ഗോപിക്കുണ്ട്. തെക്കേ ഇന്ത്യയിൽ തന്നെ സുപ്രധാന നേതാവായി സുരേഷ് ഗോപി ഉയർന്നു വന്നേക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. തമിഴ്നാട്ടിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു. ബി.ജെ.പിക്ക് സീറ്റ് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കാര്യമായ മുന്നേറ്റവും നടത്താനായില്ല. മോദിയുടെ പ്രിയപ്പെട്ട ആളായിരുന്നു അണ്ണാമലൈ. ഈ സ്ഥാനം ഇനി സുരേഷ് ഗോപിക്ക് ലഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ദേശീയ തലത്തിൽ തന്നെ അതിശക്തനായി സുരേഷ് ഗോപി ഉയർന്നു വരും. കേന്ദ്രമന്ത്രിമാരുടെ ആദ്യ പട്ടികയിൽ തന്നെ അദ്ദേഹം ഇടം പിടിച്ചതും അതിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, കേരളത്തിൽ മാത്രമായി തൻ്റെ പ്രവർത്തനം ഒതുക്കി നിർത്തില്ലെന്നും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം ദക്ഷിണേന്ത്യയിലെ പ്രധാന നേതാവായി സുരേഷ് ഗോപി ഉയർന്നു വന്നേക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്.